നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ ശരിക്കും പണമില്ലേ? ഉള്ള പണമൊക്കെ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിലെ വസ്തുത? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കപ്പോൾ വാർത്തയിലേക്ക് കടക്കാം. കേരള സർക്കാരിന് പണമില്ലെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ നൽകാൻ ബുദ്ധിമുട്ടാണ്, പുതിയ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ശരിക്കും എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി? സർക്കാരിൻ്റെ കയ്യിൽ പണം വരുന്നില്ലേ? അതോ കിട്ടുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗവും നേരത്തെ തന്നെ ചിലവാക്കേണ്ടി വരികയാണോ? ഇതാണ് ഇന്ന് നോക്കുന്നത്. 2026-27 കേരള ബഡ്ജറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവ് കടം തിരിച്ചടവ് ഒഴികെ ഏകദേശം 2.28 ലക്ഷം കോടി രൂപയാണ്. അതായത് ഈ ചെലവെന്ന് പറയുന്നത് കടത്തിൻ്റെ തിരിച്ചടവ് ഒഴികെ ഏകദേശം 2.28 ലക്ഷം കോടി രൂപ. അതേസമയം കടമെടുക്കുന്നതിന് മുൻപുള്ള സർക്കാരിൻ്റെ വരുമാനം ഏകദേശം 1.71 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ തന്നെ ഒരു പ്രധാന ചോദ്യം വരും. വരുമാനത്തേക്കാൾ ചെലവ് കൂടുതലാണെങ്കിൽ ആ വ്യത്യാസം എങ്ങനെ നികത്തും? അവിടെയാണ് കടം വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം വെറും കടം എടുത്തു എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. സർക്കാരിന് എല്ലാ വർഷവും ഒഴിവാക്കാൻ കഴിയാത്ത ചില വലിയ ചെലവുകളുണ്ട്. ഇവയെല്ലാം പൊതുവെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ നിർബന്ധമായി നടത്തേണ്ട ചെലവുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് വരുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, പിന്നെ എടുത്ത കടങ്ങളുടെ പലിശ. 2026-27 കണക്കനുസരിച്ച് ഈ 3 വിഭാഗങ്ങൾക്കായി മാത്രം ഏകദേശം 1.22 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ പ്രതീക്ഷിക്കുന്ന റവന്യൂ റെസിപ്റ്റിൻ്റെ ഏകദേശം 72% ഈ 3 കാര്യങ്ങൾക്കായി പോകുന്നത്. ഇത് ഒന്ന് ലളിതമായി ചിന്തിക്കാം. ഒരു കുടുംബത്തിൻ്റെ മാസം 100 രൂപ വരുമാനമുണ്ടെന്ന് കരുതുക. അതിൽ 72 രൂപയും നേരത്തെ തന്നെ തീരുമാനിച്ച ചിലവുകൾക്കായി മാറ്റിവെക്കേണ്ടി വന്നാൽ ബാക്കി വരുന്ന 28 രൂപ കൊണ്ടാണ് ഭക്ഷണം, വീട്, വിദ്യാഭ്യാസം, ചികിത്സ, യാത്ര, പുതിയ സാധനങ്ങൾ, മറ്റെല്ലാം നോക്കേണ്ടത്. ഇനി ആ 1.22 ലക്ഷം കോടി രൂപ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കാം. 2026-2027 സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനായി ഏകദേശം 52,561 കോടി രൂപ, പെൻഷനായി ഏകദേശം 35,439 കോടി രൂപ, പഴയ കടങ്ങളുടെ പലിശയ്ക്കായി ഏകദേശം 34,376 കോടി രൂപ. ഇവ 3 ചേർത്താൽ 1,22,376 കോടി രൂപയാകും. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാര്യം. അത് പലിശയാണ്. സർക്കാർ ഇന്ന് കടമെടുത്താൽ ആ കടം പിന്നീട് തിരിച്ചടക്കണം. അതോടൊപ്പം അതിൻ്റെ പലിശയും നൽകണം. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ പഴയ കടങ്ങളുടെ പലിശ തന്നെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഉപയോഗിക്കാൻ തുടങ്ങും. 2024 യഥാർത്ഥ കണക്കുകളിൽ കേരളത്തിൻ്റെ റവന്യൂ റെസിപ്റ്റിൻ്റെ ഏകദേശം 23% പലിശയ്ക്കായി പോയിരുന്നു. അതായത് 2026-2027 ഇത് ഏകദേശം 20% കണക്കാക്കുന്നു. അപ്പോൾ ചോദിക്കാം, ശമ്പളത്തിനും പെൻഷനും പണം കൊടുക്കേണ്ടതില്ലേ? തീർച്ചയായും കൊടുക്കണം. സർക്കാർ ജീവനക്കാർ ജോലിയാണ് ചെയ്യുന്നത്. പെൻഷൻ വാങ്ങുന്നവർ വർഷങ്ങളോളം സേവനം ചെയ്തവരാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമ പദ്ധതികളും ആവശ്യമായവയാണ്. അതുകൊണ്ട് ഈ ചെലവുകളെല്ലാം വെറുതെയുള്ള ചെലവ് എന്ന് പറയുന്നത് ശരിയല്ല. പ്രശ്നം മറ്റൊന്നാണ്. സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം പുതിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് പ്രധാന ചോദ്യം. കാരണം ഒരു സർക്കാരിന് റോഡുകൾ നിർമ്മിക്കണം, ആശുപത്രികൾ മെച്ചപ്പെടുത്തണം, സ്കൂളുകൾ വികസിപ്പിക്കണം, പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങളെ നേരിടണം. ഇതെല്ലാം നേരിടുന്നതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്. 2026-27 കേരളം ക്യാപിറ്റൽ ഔട്ട്ലേ ആയി ഏകദേശം 19,718 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. അതായത് 2026-2027 കേരളം ഒരു ക്യാപിറ്റൽ ഔട്ട്ലേക്കായി ഏകദേശം ഇത്ര രൂപയാണ്, അതായത് 19,718 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. അതിനാൽ ഇവിടെ ഒരു സാമ്പത്തിക ബാലൻസിങ് ആണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് ശമ്പളം, പെൻഷൻ, പലിശ പോലുള്ള ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള ചെലവുകൾ, മറുവശത്ത് പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തേണ്ട ആവശ്യം. ഇതിനിടയിലാണ് സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്. നികുതി പിരിവ് മെച്ചപ്പെടുത്തുക, നികുതി കുടിശ്ശിക പിരിക്കുക, നോ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ വരുമാനം ഉയർത്താൻ ശ്രമിക്കേണ്ടി വരും. അതേസമയം ചിലവുകളും നിയന്ത്രിക്കണം. ഇവിടെ മറ്റൊരു പ്രധാന കണക്ക് കൂടിയുണ്ട്. 2026-27 കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഏകദേശം 35,355 കോടി രൂപ, 35,355 കോടി രൂപ. അതായത് GSDPയുടെ ഏകദേശം 2.2% എന്നാണ് കണക്കാക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏകദേശം 56,405 കോടി രൂപ, അഥവാ GSDPയുടെ 3.5%. അതിനാൽ കേരളത്തിന് പണമില്ല എന്നൊരു വാചകത്തിൽ ഈ മുഴുവൻ പ്രശ്നത്തെയും ഒതുക്കുന്നത് ശരിയല്ല. കേരളത്തിന് വരുമാനമുണ്ട്, പക്ഷേ അതിൻ്റെ വലിയൊരു ഭാഗം ഇതിനകം തന്നെ പ്രതിബദ്ധമായ ചെലവുകൾക്കായി പോകുന്നു. അതേസമയം വികസനത്തിനും പുതിയ പദ്ധതികൾക്കും പണം കണ്ടെത്തണം. പഴയ കടങ്ങളുടെ പലിശ നൽകണം. പുതിയ കടമെടുക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയിലെ യഥാർത്ഥ വെല്ലുവിളികൾ. അതുകൊണ്ട് അടുത്ത തവണ സർക്കാരിന് പണമില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം. പണം ഇല്ലാത്തതാണോ പ്രശ്നം? അതോ ലഭിക്കുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗവും നേരത്തെ തന്നെ ചിലവാക്കേണ്ടി വരുന്നതാണോ പ്രശ്നം? ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ചർച്ചകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. രാഷ്ട്രീയമായി ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നതിന് മുൻപ് കണക്കുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം സർക്കാരിൻ്റെ ബജറ്റ് ഒടുവിൽ നമ്മുടെ തന്നെ പണത്തിൻ്റെ കണക്കാണ്.
ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കേരളത്തിന് മുന്നിലുള്ള ഏക വഴി എന്താണ്? ഒന്നാമതായി സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കണം. നികുതി നിരക്ക് മാത്രം കൂട്ടുക എന്നതല്ല ഇതിനർത്ഥം. നികുതി വെട്ടിപ്പ് കുറയ്ക്കുക, കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുക, സർക്കാർ സേവനങ്ങളിൽ നിന്നുള്ള നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ നിലവിലുള്ള വരുമാനം കൂടുതൽ കാര്യക്ഷമമാക്കണം. രണ്ടാമതായി അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം. ശമ്പളവും പെൻഷനും പോലുള്ള ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പുറമെ ഫലപ്രാപ്തി കുറവുള്ള പദ്ധതികളും ആവർത്തിക്കുന്ന ചെലവുകളും പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ രൂപയും എവിടെയാണ് ചെലവാക്കുന്നത്, അതിലൂടെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്നത് കൂടുതൽ സുതാര്യമായി പരിശോധിക്കണം. കാരണം ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടുകളിലെ വെയിറ്റിംഗ് ഷെഡുകൾ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, ഇവയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, അതായത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ കൂടുതലാണ്, ആവശ്യത്തിന് അധികമാണ്. നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ എല്ലാം നിരുത്തരവാദപരമായ ചില പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ കാര്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാലമായി അറിയുന്ന കാര്യമാണ്. മൂന്നാമതായി കടമെടുക്കുന്നത് വികസനത്തിനായി ഉപയോഗിക്കണം. വരുമാനമുണ്ടാക്കാൻ സഹായിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായം, ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്ന കടം ഭാവിയിൽ വരുമാനം സൃഷ്ടിക്കാൻ സഹായിക്കും. പഴയ ചെലവുകൾ നിറവേറ്റാൻ മാത്രം നിരന്തരം കടമെടുക്കുന്ന രീതി ദീർഘകാലത്തേക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കും. ഏറ്റവും പ്രധാനമായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരണം. കൂടുതൽ വ്യവസായങ്ങൾ വരണം. കൂടുതൽ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കണം. പുതിയ ബിസിനസ്സുകൾ വളരണം. കയറ്റുമതി വർദ്ധിക്കണം. അങ്ങനെ സാമ്പത്തിക പ്രവർത്തനം കൂടുമ്പോൾ സർക്കാരിൻ്റെ നികുതി വരുമാനവും സ്വാഭാവികമായി ഉയരും. അതിനാൽ കേരളത്തിൻ്റെ പ്രശ്നത്തിന് ഒരു ഒറ്റ പരിഹാരമില്ല. വരുമാനം വർദ്ധിപ്പിക്കുക, അനാവശ്യ ചെലവ് കുറയ്ക്കുക, കടം ഉൽപ്പാദനക്ഷമമായ മേഖലകളിൽ ഉപയോഗിക്കുക, അതോടൊപ്പം സമ്പദ് വ്യവസ്ഥയെ വളർത്തുക. ഇവ നാലും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ. കാരണം സർക്കാരിന് പണമുണ്ടാക്കുന്നത് നോട്ടടിച്ചുകൊണ്ടല്ല, ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനവും സർക്കാരിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റും ചേർന്നാണ് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശക്തി ഉണ്ടാകുന്നത്. ഇതിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.